എന്നിട്ടും ഉണ്ണി LKG പോയി തുടങ്ങും വരെ ഞാൻ ജോലിക്ക് പോയിരുന്നില്ല. ഞാൻ ഗർഭിണിയായ സമയത്ത് കൊച്ച് സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം ഞാൻ ജോലിക്ക് പോയാൽ മതിയെന്ന്. അമ്മായിക്ക് കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം ഇല്ലെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അമ്മായി നന്നായ ശേഷമല്ല കേട്ടോ, നന്നാവുന്നതിനും മുൻപ്. അതുകൊണ്ട് അവൻ സ്കൂളിൽ പോയി തുടങ്ങുന്നത് വരെയും ഞാൻ ഒരിടത്തും ജോലിക്ക് ശ്രമിച്ചിട്ടില്ല. അത് അമ്മായിയെ പേടിച്ചിട്ടല്ല, എന്നോടുള്ള ദേഷ്യത്തിന് അവരെൻ്റെ കുഞ്ഞിനെ നേരാവണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ്. പുറമേ നല്ലോണം സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അത് ലവലേശമില്ലല്ലോ. ഹരിയേട്ടന്റെ കണ്ണിൽ പൊടിയിടാനായി നന്നാവലാണെന്ന് എനിക്കല്ലേ അറിയൂ. അതുകൊണ്ട് മോനെ സ്കൂളിൽ വിടുന്നത് വരെ ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് വെച്ചു. മോന് 3 വയസ്സൊക്കെ ആയ സമയത്താണ് വീട്ടിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഗസ്റ്റ് വേക്കൻസി വന്നത്. 6 മാസത്തേക്കാണ്. ഏതോ ടീച്ചർ മെറ്റേണിറ്റി ലീവിന് പോയതിന്റെ വേക്കൻസിയാണ്. ഹരിയേട്ടനാണത് അറിഞ്ഞിട്ട് വന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ കേട്ടപാടെ ഹരിയേട്ടനോട് നോ പറഞ്ഞു. മോനെ സ്കൂളിൽ വിട്ടിട്ടില്ല, പിന്നെ എങ്ങനെ പോകാനാണ്. ഹരിയേട്ടൻ അപ്പം തന്നെ അതിനൊരു സൊല്യൂഷനും കണ്ടുപിടിച്ചു. അവന് 3 വയസ്സായില്ലേ, ഇനിയിപ്പോൾ പ്ലേ സ്കൂളിൽ വിടാമെന്ന്. എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്, കിട്ടുവാണെ മോന്റെ കാര്യമൊക്കെ ആള് തന്നെ സെറ്റാക്കാമെന്ന് ഉറപ്പ് തന്നപ്പോൾ എന്നാ പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കളയാമെന്ന് ഞാനും തീരുമാനിച്ചു. ഇന്റർവ്യൂ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു. എന്നെ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഉണ്ണിക്ക് വീടിനടുത്തുള്ള കിൻഡർ ഗാർഡനിൽ അഡ്മിഷൻ ശരിയാക്കി. 9 മുതൽ 3 മണി വരെ ആണെങ്കിലും 8 മുതൽ 5 മണി വരെ അവർ നോക്കിക്കോളാമെന്ന് ഉറപ്പ് തന്നു. എക്സ്ട്രാ കാശ് കൊടുത്താൽ മതി. അങ്ങനെ അതും സെറ്റാക്കി സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള ദിവസവും കാത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. അന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ റൂമിന്റെ വാതിലിൽ ശക്തിയായി മുട്ടുകേട്ടു. ഞാനാണ് ആദ്യം എഴുന്നേറ്റത്. അച്ഛൻ ഹരി ഹരി എന്ന് വല്ലാതെ പേടിച്ചതുപോലെ വിളിക്കുന്നതും കേട്ടു. ഹരിയേട്ടനെ വിളിച്ചുണർത്തി വെപ്രാളത്തിൽ വാതിൽ തുറന്നു. അച്ഛനാകെ പേടിച്ചു വിറച്ച് വിയർത്ത് കുളിച്ച് വല്ലാത്ത ഭാവത്തിൽ പുറത്തു നിൽക്കുന്നു. ഹരി, കുമാരി താഴെ വീണ് കിടക്കുന്നടാ, വിളിച്ചിട്ട് എണ്ണീക്കണില്ല. കരയുന്നുണ്ടായിരുന്നു അച്ഛൻ. ഹരിയേട്ടൻ റൂമിലേക്ക് ഓടിയാണ് കയറിയത്, പിറകെ ഞാനും. അച്ഛൻ പറഞ്ഞതുപോലെ അമ്മായി തറയിൽ വീണ് കിടപ്പുണ്ട്. തലയ്ക്ക് ചുറ്റും താളം കെട്ടിയതുപോലെ ചോര. വസ്ത്രം മുഴുവൻ മൂത്രത്തിൽ കുതിർന്നിരിക്കുന്നു. ഞാനും വല്ലാതെ ഷോക്കായിപ്പോയി. ശത്രുക്കളായാൽ പോലും അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് ഭയന്നു പോവില്ലേ. ഹരിയേട്ടൻ അലറിക്കൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് മടങ്ങി വന്നത് തന്നെ. തൂക്കിയെടുത്ത് കട്ടിലേക്ക് കിടത്താൻ ഞങ്ങൾ നല്ലോണം പാടുപെട്ടു. ഹരിയേട്ടൻ ആകെ തളർന്നു പോയിരുന്നു. ഞാനും ഹരിയേട്ടനും മാറി മാറി വിളിച്ചിട്ടും ഒരു മൂളലല്ലാതെ വേറെ അനക്കമൊന്നും ഇല്ലാത്തത് ഞങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി. പേടിയും സങ്കടവും നിറഞ്ഞ ഹരിയേട്ടന്റെ മുഖം കാണവേ കുറ്റബോധം തോന്നിപ്പോയി എനിക്ക്. തലേനാൾ പകൽ എപ്പോഴോ അമ്മ പറഞ്ഞതോർത്തു. തലചുറ്റലാണെന്നോ ഛർദ്ദിക്കാൻ തോന്നുന്നെന്നോ ഒക്കെ. പനിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എപ്പോഴത്തെയും പോലെ കളവാണെന്ന് തന്നെയാണ് കരുതിയത്. എനിക്ക് നല്ല പനിയും ചുമയും ഉണ്ടായിരുന്നേ. എനിക്ക് എപ്പോഴൊക്കെയോ വയ്യാതെ വരുമോ അപ്പോഴൊക്കെ അമ്മയ്ക്കോ അസുഖം വരും. ഇല്ലെങ്കിൽ വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്യുകയും കുഞ്ഞിനെ നോക്കുകയും ഒക്കെ വേണ്ടേ. സ്നേഹനിധിയായ അമ്മായി ആയതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെന്ന് നേരിട്ട് പറയാനും വയ്യല്ലോ. അതുകൊണ്ട് ആൾ അടവെടുക്കും. വയ്യെങ്കിൽ ആശുപത്രിയിൽ പോകാം അമ്മ എന്ന് ഹരിയേട്ടൻ വിളിച്ചാൽ കൂടെ ചെല്ലുകയില്ല. എനിക്ക് അസുഖം മാറുമ്പോൾ അതിനൊപ്പം ആളിനും മാറിയിട്ടുണ്ടാവും. ഇത് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അതുപോലെ ആകുമെന്നേ കരുതിയുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധ കൊടുത്തുമില്ല. പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വിളിച്ചിട്ട് പുലി വന്നപ്പോൾ സഹായിക്കാൻ ആരും ഇല്ലാത്ത പോയ ആട്ടിടയന്റെ കഥ കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാണ് അമ്മായിക്കെന്ന് തോന്നിപ്പോയി എനിക്ക്. നുണ പറഞ്ഞു ഒടുവിൽ നേര് പറഞ്ഞപ്പോഴും ഞങ്ങൾ നുണയാണെന്ന് കരുതിപ്പോയി. മൂത്രത്തിൽ കുതിർന്നു കിടന്ന സാരി എങ്ങനെയൊക്കെ ഊരി മാറ്റി അച്ഛൻ്റെ ഒരു ഷർട്ട് ഇടിയിപ്പിച്ചു. താഴ്ഭാഗത്ത് ഒരു കൈലി ചുറ്റിവെച്ചു. എന്നെക്കൊണ്ട് അതിനൊന്നും ഒറ്റയ്ക്ക് പറ്റുമായിരുന്നില്ല. ഹരിയേട്ടനാണ് താങ്ങി പിടിച്ചു തന്നത്. ബ്ലൗസും സാരിയും ഒന്നും ഉടുപ്പിക്കാനുള്ള അവസ്ഥയിലല്ലല്ലോ ആള്. അച്ഛൻ പിന്നെ ബ്ലഡ് കണ്ടപ്പോഴേ അയ്യോ എൻ്റെ കുമാരി പോയേ എന്ന് പറഞ്ഞ് നിലവിളിയാണ്. അതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ടേ വേറെ എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ അവർക്ക് വസ്ത്രം മാറി കൊടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നത് കണ്ടു ഹരിയേട്ടൻ. ഹരിയേട്ടൻ രാജേഷ് ഏട്ടനെ വിളിച്ചു പറഞ്ഞിരുന്നത് കൊണ്ട് ആളപ്പോഴേക്കും കാറുമായിട്ട് എത്തിയിരുന്നു. വീട്ടിലേക്ക് കാറ് വരില്ലല്ലോ. കുത്തുകയറ്റം മുഴുവൻ അമ്മയെ കയ്യിൽ കോരിയെടുത്ത് കയറ്റിയത് രാജേഷ് ഏട്ടനാണ്. അമ്മയുടെ കിടപ്പ് കണ്ടപ്പോഴേ ഹരിയേട്ടൻ ഒന്നും കഴിയാത്ത വിധം തളർന്നു പോയിരുന്നു. കൺമുന്നിൽ ഒരാൾ മരണാസന്നനായി കിടക്കുന്നത് കാണുമ്പോൾ അതുവരെ തോന്നിയിരുന്ന വിദ്വേഷമൊക്കെ മാഞ്ഞു പോകുമെന്ന് എനിക്ക് ആ നിമിഷം തോന്നി. ഉണ്ണിയുടെ 5ാം പിറന്നാൾ ഭംഗിയായി തന്നെ ആഘോഷിച്ചു. സദ്യയും കേക്ക് കട്ടിങ്ങും ഒക്കെയായി. അവനും നന്നായി എൻജോയ് ചെയ്തു. മധു കൂടുതൽ ഗൗരവക്കാരനായതുപോലെ. ആവശ്യത്തിന് മാത്രമാണ് സംസാരം. വലിയ പോലീസുകാരനല്ലേ. മീനുവിന്റെ മോളെക്കാളും അവളാണ് ഉണ്ണിയുടെ കൂടെ കളിച്ചത് അത്രയും. ഇവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തു. ഇടയ്ക്ക് ഉണ്ണിയേട്ടനോട് പോയി കളിക്ക് മക്കളെ, ഭാവിയിൽ നമുക്ക് ഉണ്ണിയേട്ടൻ്റെ തന്നെ അങ്ങ് കെട്ടാമെന്ന് മീനു പറഞ്ഞപ്പോൾ മാത്രം ഞാൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കുഞ്ഞു മനസ്സിലേക്ക് അത്തരം ചിന്തകൾ ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കും പോലെ.
കണ്ണേട്ടനും ഹരിയേട്ടനും കൂടി അവളാ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞത് മാഷാത്തി മുഖവും വീർപ്പിച്ച് പിണങ്ങി ഒറ്റ പോക്ക്. എങ്ങനെ സഹിക്കുന്നു കണ്ണേട്ട ഇതിനെ? ഞാൻ കൈ മലർത്തി കണ്ണേട്ടനെ നോക്കി. പറ്റിപ്പോയില്ലേ? കണ്ണേട്ടൻ ഇല്ലാത്ത കണ്ണീരും തുടച്ചുകൊണ്ട് പറഞ്ഞത്. ഞങ്ങളൊക്കെ കൂടി കൂട്ടച്ചിരി ചിരിച്ചു. ചായയും കുടിച്ചു കഴിഞ്ഞ് 6 മണിയോടെയാണ് എല്ലാവരും പോകാൻ ഇറങ്ങിയത്. അക്കൂടെ സുമചേച്ചിയും ഇറങ്ങി. രാത്രിയിലേക്ക് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കലത്തെ ചോറും കറികളും ഒക്കെ ബാക്കിയിരിപ്പുണ്ടെങ്കിലും രാത്രിയിൽ ഇവിടെ ആർക്കും ചോറ് പതിവില്ല. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് പകർന്നെടുത്ത് അമ്മയുടെ റൂമിലേക്ക് ചെന്നു. അമ്മയെ എങ്ങനെയൊക്കെയോ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. ഹരിയേട്ടനും കൂടി സഹായിച്ചു. അല്ലാതെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അരയ്ക്ക് കീഴ്പോട്ടാണ് തളർന്നു പോയത്. പിന്നെ വലം കൈക്കും സ്വാധീനക്കുറവുണ്ട്. ഇടത് കൈക്ക് സ്വാധീനം ഉണ്ടെങ്കിലും അത് കുത്തി ഒന്ന് പൊങ്ങാൻ ശ്രമിക്കുകയൊന്നുമില്ല. നമ്മൾ തന്നെ മുഴുവൻ ബലവും പ്രയോഗിച്ച് എണ്ണീപ്പിച്ചിരുത്തണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും ഒരുതരം വാശിയാണ്. ഉപ്പുമാവ് കയ്യിലെടുത്ത് വായിലേക്ക് വയ്ക്കാൻ ഒരുങ്ങിയതും വായും പൂട്ടി മുഖവും ചുളുക്കി ഇരിപ്പായി. ഈ സാധനം ആളിന് പിടിക്കില്ല. അമ്മായിയുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ടേ സാധാരണ ഞാൻ അത്താഴത്തിന് ഉണ്ടാക്കാറുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വയ്യായിരുന്നേ. ആകെ ടയേർഡായിപ്പോയി. ഉപ്പുമാവാകുമ്പോൾ എളുപ്പപ്പണിയല്ലേ. വെജിറ്റബിൾ ചോപ്പർ ഉള്ളതുകൊണ്ട് ആ പണിയുമില്ല. ഒരു 10 മിനിറ്റിൽ ഉപ്പുമാവ് റെഡിയാകും. എനിക്കിനി ഒന്നും ഉണ്ടാക്കാൻ വയ്യമ്മ. ദോശമാവൊന്നും ഇരിപ്പില്ല. ഒന്നുകിൽ ഇത് കഴിക്ക്, ഇല്ലെങ്കിൽ ഉച്ചക്കലത്തെ ചോറുണ്ട്. അതും വേണ്ടെന്നാണെങ്കിൽ പട്ടിണി കിടക്ക്. ഇന്ന് ഇത്ര നേരമായിട്ടും ഒരു മിനിറ്റ് ഇരുന്നിട്ടില്ല ഞാൻ. ഒരല്പം ദേഷ്യത്തോടെ പറഞ്ഞതും വായു തുറന്നു. ഇല്ലെങ്കിൽ ഞാനിതൊക്കെ എടുത്തോണ്ട് പോകുമെന്നും പട്ടിണി കിടക്കേണ്ടി വരുമെന്നും അറിയാം. കിടപ്പിലായ ശേഷം എന്നോട് മൗനവ്രതമാണ്. ഒന്നും മിണ്ടാറില്ല. അവരിങ്ങനെ കിടപ്പിലായതിനും കാരണം ഞാനാണെന്നൊരു ഭാവമാണ്. എന്നാലും നേരിട്ട് വഴക്കിനൊന്നും വരാറുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ നടന്നു പോകണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണ്ടേ. പ്ലേറ്റിലെടുത്ത് ഉപ്പുമാവ് മുഴുവൻ ഒരു വാശിയും കാണിക്കാതെ കഴിച്ചു തീർത്തു. വായിലേക്ക് വച്ചു കൊടുത്ത ഉപ്പുമാവ് അവർ ചവച്ചിറക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ പലതുമാണ്. മുൻപ് എൻ്റെ അടുക്കളയിൽ ഞാൻ ആരെയും കയറ്റില്ലെന്നും പറഞ്ഞ് എന്നെ ആഹാരം ഒന്നും ഉണ്ടാക്കാൻ അനുവദിക്കാതിരുന്നവരാണ്. ഞാൻ തിളപ്പിക്കുന്ന വെള്ളം പോലും കുടിക്കാതെ മാറ്റി വെച്ചിരുന്നവർ. ഉണ്ണി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തുടങ്ങിയ ശേഷം അമ്മായിയുടെ ഇഷ്ടക്കേട് വകവയ്ക്കാതെ അവന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അന്ന് അമ്മായി കിടപ്പിലായിട്ടൊന്നുമില്ല. ചോറും കറിയും ഒക്കെ അവർ തന്നെ സ്വയം ഉണ്ടാക്കിയിരുന്ന സമയം. ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും അമ്മായി കൈ കൊണ്ട് തൊട്ട് നോക്കാറ് കൂടി ഉണ്ടായിരുന്നില്ല. അത് മാത്രമോ, എണ്ണ തീർന്നുപോയി, ഗ്യാസ് തീർന്നുപോയി എന്നൊക്കെയുള്ള പറച്ചിലും. നേരിട്ട് കുറ്റമൊന്നും പറയാറില്ലെങ്കിലും ഞാൻ സാധാരണ പോലെ എണ്ണയും ഗ്യാസും ഒക്കെ എടുത്തുള്ളൂ. എന്നിട്ടും അങ്ങനെ എന്തോ ഇത്രയും പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയത്, എണ്ണയ്ക്കും ഗ്യാസിനും ഒക്കെ ഇപ്പൊ എന്താ വില എന്നോ എന്നൊക്കെ ഹരിയേട്ടനോട് പറഞ്ഞിട്ട് നീ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോയതെന്ന് പറയാതെ പറയുമായിരുന്നു അമ്മായി. ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയോട് പറയും, ഇതെന്തോന്ന്, ഇങ്ങനെയാണോ ഇത് ഉണ്ടാക്കണത്? മക്കൾക്ക് ഞാൻ നല്ലതായിട്ട് ഉണ്ടാക്കി തരാം. ഇതങ്ങനെ തിന്നണ്ട, വയറിന് അസുഖം വരുമെന്ന്. ഒരിക്കൽ വയറുവേദന വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉന്നുവയ തന്നിട്ടാ എന്ന്. അന്ന് അവന് 3 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. ഇതൊക്കെ വാവിയോട് ആരാ പറഞ്ഞെന്ന ചോദ്യത്തിന് അമ്മമ്മ പയഞ്ഞ് എന്ന മറുപടിയും പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചാൽ വയറിന് അസുഖം വരുമെന്ന് ഞാൻ കേൾക്കാതെ അവരെൻ്റെ കുഞ്ഞിനോട് പറയും. അവനത് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എത്രയധികം സങ്കടം ഉണ്ടായെന്നോ. അങ്ങനെ ഞാൻ കൈകൊണ്ട് തൊടുന്ന സാധനങ്ങളൊക്കെ പാഷാണം പോലെ കണ്ടിരുന്നവരാണ്. എൻ്റെ കുഞ്ഞിനോട് പോലും അങ്ങനെ പറഞ്ഞിരുന്നവരാണ്. ഞാൻ എന്തെടുത്താലും അതിന് കുറ്റം പറഞ്ഞിരുന്നവരാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കി വാരി കൊടുക്കുന്നതൊക്കെ ഒരു തരി പോലും ഇല്ലാതെ കഴിച്ചു തീർക്കുന്നത് അന്നത്തെ അയിത്തം ഇന്ന് തോന്നാറില്ലേ ആവും. ഇന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ ചിലപ്പോൾ തെറ്റായി മാറുമായിരിക്കും അല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോയി നിന്നിട്ടൊക്കെ നാളെ ഒരുപാടായി. പോയി നിൽക്കണമെങ്കിൽ സുമചേച്ചി കനിയണം. എൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ടാവണം ഈ 1.5 വർഷത്തിനിടയ്ക്ക് 3 മാസം മുൻപ് 2 ദിവസം സുമചേച്ചി രാത്രിയിലും കൂടി ഇവിടെ നിന്നിരുന്നു. ഞാനും ഉണ്ണിയും കൂടി അന്ന് എൻ്റെ വീട്ടിലേക്ക് പോയത്. അച്ഛനും ഹരിയേട്ടനും കൂടി ഞങ്ങളുടെ മുറിയിലും സുമചേച്ചി അമ്മയുടെ മുറിയിലും കിടന്നു. സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത് പോലെ സന്തോഷം തരുന്ന വേറെ എന്തുണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക്? പക്ഷെ ആ സന്തോഷം അനുഭവിച്ചിട്ട് തിരികെ വരുമ്പോൾ ഇവിടെയുള്ളവരുടെ മുഖം വീർത്തിരുന്നാലോ? അതുവരെ അറിഞ്ഞ സന്തോഷം പോകുന്ന വഴി അറിയില്ല. ഇതും അമ്മായി കിടക്കുന്നതിന് മുൻപുള്ള കാര്യമാണ്. നേരിട്ട് വഴക്കു കൂടുകയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിലും ഞാൻ ഉണ്ണിയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ അമ്മായിയുടെ മുഖം ഒരു കൊട്ട കണക്ക് വീർത്തിരിക്കും. ഇനി വീട്ടിൽ പോയി വന്ന ശേഷം അവന് വല്ല ജലദോഷമോ ചുമയോ പനിയോ വല്ലതും പിടിച്ചാലോ പിന്നെ പറയുകയും വേണ്ട. അയ്യോ, എന്തു പറ്റി എൻ്റെ കൊച്ചിന്? ഞാനൊരു പൊട്ടും പൊടിയും പുരളാതെ നോക്കിയിരുന്നതാ. ഇതെന്തോ ചെയ്തിട്ടാണോ? മക്കള് തണുത്തത് വല്ലതും കഴിച്ചോ? വൈകിട്ട് കുളിപ്പിച്ചോ? തല നേരെ തോർത്തിയില്ലേ? തണുപ്പടിച്ചോ? തുടങ്ങി. അവനെ പ്രസവിച്ചത് വരെ അമ്മായിയാണെന്നുള്ള തരത്തിൽ പറഞ്ഞു കളയും. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മ അവനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവന് അസുഖം വന്നതെന്ന് പറയാതെ പറയുകയാണ്. എന്നാലോ അവൻ ഇവിടെ ഉള്ളപ്പോൾ അവൻ ഒരു ഗ്ലാസ് വെള്ളം പോലും അമ്മായി എടുത്ത് കൊടുക്കാറുമില്ല.
കുഞ്ഞിനെ ഒരു പൊട്ടോ പൊടിയോ പറ്റാതെ നോക്കുമെന്ന് പറഞ്ഞവരുടെ അരികിൽ എൻ്റെ കുഞ്ഞിനെ ഇരുത്തി ഒരിക്കൽ അടുക്കള ഒതുക്കാൻ പോയി തിരികെ വരുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയോ? സ്റ്റോർ റൂമിൽ വെച്ചിരുന്ന കുറ്റിച്ചൂലിന് നടുവിലിരിക്കുന്ന എൻ്റെ കൊച്ചിനെ. അന്നവന് 2-2.5 വയസ്സേ ഉള്ളൂ. സ്റ്റോർ റൂമിൽ കയറി അവൻ ചൂല് വഴിച്ചഴിച്ചു കൊണ്ടുവന്നതാവണം. അത് മുഴുവനായും അവൻ്റെ ചുറ്റിനും പൊളിച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ 2-3 ഈർക്കിൽ അവൻ വായിലാക്കി കടിച്ചു പിടിച്ചിരിക്കുന്നു. അമ്മായി അത് നോക്കി മിണ്ടാതിരിക്കുന്നു. നിറയെ അഴുക്കും പൊടിയും പിടിച്ച വീടിന് പുറത്തൊക്കെ തൂക്കുന്ന ചൂലാണെന്ന് ഓർക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷം അന്ന് ഞാൻ അമ്മായിയോട് ചൂടായി. ഹരിയേട്ടൻ അന്ന് അവരോട് പറഞ്ഞ കാര്യം ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചു. അവരൊരക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോയി. അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവന് അസുഖം വന്നതെന്ന് പറയാതെ പറഞ്ഞതെന്ന് ഓർക്കണം. അങ്ങനെ എന്തൊക്കെ പുകിലുണ്ടാക്കിയാണ് അവരെന്ത് പ്രവർത്തിച്ചാലും ആരോട് എങ്ങനെ പെരുമാറിയാലും ദൈവം അവരെ ഒരിക്കലും കൈവിടില്ലെന്ന് അന്ധമായി വിശ്വസിച്ചിരുന്നു. നാരായണീയവും മറ്റു പുരാണങ്ങളും മുടങ്ങാതെ പാരായണം ചെയ്തിരുന്നത് കൊണ്ട് ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നും ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. അവർക്കൊരിക്കലും ആരെയും ആശ്രയിക്കേണ്ടി വരില്ലെന്ന് അഹങ്കരിച്ചിരുന്നു. എന്നിട്ടിപ്പോഴോ എല്ലാ കാര്യത്തിലും അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് അവരേറ്റവും വെറുത്തിരുന്ന എന്നെ. ഞാനും ഒരു ഭക്തയാണ്. പക്ഷെ അമ്മായിയെ പോലെ ഭക്തി എന്തിനുമുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നില്ല. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നുമില്ല. നാളെ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാനും തെറ്റുകൾ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നും അറിയും. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ചില അവസരങ്ങളിൽ ദേഷ്യം എങ്ങനെ പൊട്ടി പുറത്തു വന്നു പോവും. അമ്മ കരുതിയിരിക്കുന്ന പോലെ ഭക്തി ഉള്ളതുകൊണ്ട് ഞാൻ ദൈവതുല്യാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഭക്തി മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകുന്ന സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഭക്തി ഉള്ളതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.